എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡെസേർട്ട് സഫാരി യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഏകദേശം നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് ഏകദേശം 32 പേരാണുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ച ട്രാവൽ ഏജൻസി അവരുടെ വാഹനത്തിൽ അപ്പോൾ നമ്മുടെ താമസ സ്ഥലം ഉണ്ടാവും, അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതുപോലെ തിരിച്ച് ഡ്രോപ്പും ചെയ്യുന്ന ഒരു പാക്കേജാണ് ഇത്. ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇപ്പം നമ്മൾ പോകേണ്ട ലൊക്കേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം നമ്മളെ പിക്ക് ചെയ്യാനുള്ള വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ച ട്രാവൽ ഏജൻസിയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും വേണ്ടി പ്രത്യേക വാഹനങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 6 പേർക്കാണ് ഇതിൽ യാത്ര ചെയ്യാൻ കഴിയുക. ഡെസേർട്ട് സഫാരി യാത്രയിൽ തീർച്ചയായും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇനമാണ് ഇവിടുത്തെ ടൂൺ വാഷിംഗ് റൈഡ്. നമ്മൾ പോകുന്നത് ഇപ്പോൾ ടൂൺ വാഷിംഗ് റൈഡിനാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള റൈഡിനായി ഇവിടെ 4x4 വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മരുഭൂമിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുത്തിയും കുലുങ്ങിയുള്ള യാത്ര സഞ്ചാരികൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ഹൃദയരോഗിയോ അല്ലെങ്കിൽ അതുപോലെ മറ്റു എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹസത്തിന് മുതിരരുത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അക്കാര്യം നമ്മൾ ട്രാവൽ ഏജൻസിയോട് പറയുക. അവർ അങ്ങോട്ട് നേരെയുള്ള മാർഗത്തിലൂടെ നമ്മുടെ വാഹനങ്ങളിൽ അങ്ങോട്ട് എത്തിച്ച് തരുന്നതാണ്. ഡെസേർട്ട് സഫാരി യാത്രയ്ക്ക് ഒരുപാട് പാക്കേജുകൾ ഇവിടെ ലഭ്യമാണ്. ഏകദേശം 50 ദിറംസ് മുതലാണ് അവ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കണമെങ്കിൽ ഒരുപാട് VIP പാക്കേജുകളും ഇവിടെ അവൈലബിൾ ആണ്.
ഏകദേശം 15 മിനിറ്റിന് ശേഷം നമ്മൾ എത്തിച്ചേരേണ്ട ക്യാമ്പിനടുത്തെത്തി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വേണ്ട നൈറ്റിലുള്ള ഫയർ ഡാൻസ് അതുപോലെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.